ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ടോപ്പിക്കുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ടാക്സിനെ പറ്റി, ക്രിപ്റ്റോ ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിർബന്ധമായിട്ട് അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക, കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ അതെല്ലാം ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആക്കുന്നില്ല. അതിന് പുറമേ ചോദിച്ച സംശയങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടും നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര ടാക്സ് പേ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇത് പേ ചെയ്യേണ്ടത്, ആരൊക്കെ പേ ചെയ്യണ്ട എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വന്ന് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. പക്ഷേ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വളരെ വീഡിയോ ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻകം ടാക്സിൻ്റെ ഈ സൈറ്റിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് രജിസ്റ്റർ ചെയ്യുന്നത്, ലോഗിൻ ചെയ്യുന്നത്, പിന്നീട് എങ്ങനെ നമുക്ക് ഇരുന്ന് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത TDS, നിങ്ങളിപ്പോൾ ഏത് എക്സ്ചേഞ്ച് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TDS ഓട്ടോമാറ്റിക്കലി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാൻ കാർഡിൽ എത്രത്തോളം TDS ഒക്കെ പിടിച്ചത് വന്ന് കിടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എത്ര ഉണ്ട് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫയലിങ്ങിൻ്റെ സമയത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ വളരെ ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. 2 പീസാക്കി 2 പാർട്ടാക്കിയാണ് നമ്മളിതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ 1.5-2 മണിക്കൂറുള്ള വീഡിയോ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ കാണേണ്ടി വരും. അതെല്ലാവർക്കും വളരെ വലിയ ഇറിറ്റേഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് 2 പാർട്ടാക്കുന്നത്. അപ്പോൾ 2 പാർട്ടെന്ന് പറയുമ്പോൾ ഇന്നിട്ട് അടുത്ത ആഴ്ച അല്ല അടുത്ത് ഇടുക. നോർമലി ഞാൻ അങ്ങനെയുള്ള ചെയ്യാറുള്ളത്. ഇന്ന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ വീഡിയോയും പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് സമയമുള്ളത് പോലെ. ഓക്കെ, ഈ ക്രിപ്റ്റോ ടാക്സ് പേ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 31 തീയതിയാണ്. 2025 ജൂലൈ 31. ജൂലൈ അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വ്യക്തമായിട്ട് നോക്കി പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പേ ചെയ്യാമെന്ന് നോക്കുന്നതിന് മുൻപ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ എന്ത് ചെയ്യാം, അതിനുശേഷം അടുത്ത വീഡിയോയിലായിരിക്കും എങ്ങനെ ഈ ഫയലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാമെന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ ഒരു ഡിസ്ക്ലൈമർ ഞാനിവിടെ പറയുകയാണ്. ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടാക്സ് അഡ്വൈസറോ ചാർട്ടേഡ് അക്കൗണ്ടോ ഒന്നുമല്ല. ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ക്രിപ്റ്റോ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും എല്ലാം ചെയ്തിട്ടുള്ള എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളൊരു കൺസൾട്ടേഷൻ ആയിട്ടോ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിയമത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും നിയമം എങ്ങനെ തെറ്റിക്കാം, എങ്ങനെ മണി ലോണ്ടറിങ് ചെയ്യാം, അതുപോലെ തന്നെ ടാക്സ് ഇവേഷൻ എങ്ങനെ ചെയ്യാം, ഈ കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ത്യയിലെ ടാക്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കാം. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എല്ലാ ക്രിപ്റ്റോ ഏണിങ്ങിനും ഇൻക്ലൂഡിങ് എയർ ഡ്രോപ്പ്, ട്രേഡിങ്, സെല്ലിങ്, സ്റ്റേക്കിങ്, മൈനിങ്, എല്ലാത്തിനും ഏത് വഴിക്ക് നിങ്ങൾക്ക് ക്രിപ്റ്റോ വഴി പ്രോഫിറ്റ് കിട്ടിയാലും ഇൻക്ലൂഡിങ് സാലറി ആണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ പുറത്തൊരു രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രിപ്റ്റോ ആയിട്ടാണ് നിങ്ങൾക്ക് സാലറി തരുന്നത് എന്നുണ്ടെങ്കിൽ അത് 30% ടാക്സിന് അണ്ടറിൽ വരും. ഓക്കെ, അപ്പോൾ മെയിൻ സംശയമാണ് എയർ ഡ്രോപ്പ് കിട്ടിയവർക്ക് വേണ്ട എന്നുള്ള കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എയർ ഡ്രോപ്പ് കിട്ടിയോ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻസിന് മുകളിൽ 30% ടാക്സ് വരും. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? നിങ്ങളുടെ ക്യാപിറ്റലിന് മുകളിൽ വരുന്ന പ്രോഫിറ്റ്. ഓക്കെ, എയർ ഡ്രോപ്പിൽ നമുക്ക് ക്യാപിറ്റൽ ഇല്ല, കാരണം എന്താ, 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടുന്നത് മുഴുവനും പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റിന് മുകളിൽ നമുക്ക് ആ 30% ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിന് സ്ലാബോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ക്രിപ്റ്റോയ്ക്ക് സ്ലാബേ ഇല്ല. 100 രൂപ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും ഏത് വഴി ആയിക്കോട്ടെ, എയർ ഡ്രോപ്പ് വഴിയോ ട്രേഡിംഗ് വഴിയോ മൈനിങ് വഴിയോ എന്തോ ആയിക്കോട്ടെ, ഏത് വഴി നിങ്ങൾ 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ 30% ടാക്സബിൾ ആണ് ഇന്ത്യയിൽ. ഓക്കെ, ഒരു ടാക്സ് ലാബും ക്രിപ്റ്റോയിൽ ആപ്ലിക്കബിൾ അല്ല എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ 30% ടാക്സിന് പുറമെ ഓരോ ട്രാൻസാക്ഷനും, ഓരോ സെല്ലിംഗ് ട്രാൻസാക്ഷനും 1% TDSും ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. TDS. ഓക്കെ, TDS എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സോഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്ചേഞ്ചുകളാണ് ഈ ഒരു TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്, 1% പിടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ കോയിൻ DCX പോലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെല്ലിങ്ങിനും, ഓക്കെ, ബൈ ചെയ്യുമ്പോൾ നമുക്ക് TDSോ ടാക്സ് ഒന്നുമില്ല. ഇന്ത്യൻ എക്സ്ചേഞ്ചുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ കോയിൻ സെല്ല് ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്യുമ്പോൾ TDSോ ടാക്സ് ഒന്നുമില്ല. സെല്ല് ചെയ്യുമ്പോൾ 30% ടാക്സിന് പുറമെ
നമ്മൾ 1% TDS ഓട്ടോമാറ്റിക്കലി പിടിക്കും, എക്സ്ചേഞ്ച് പിടിക്കും. നമ്മൾ പിന്നെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം പിടിച്ചിട്ടുണ്ട്, ഏത് എക്സ്ചേഞ്ച് ആണ് കട്ട് ചെയ്തിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ TDS ഇന്ത്യൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവുന്നുണ്ട്. ഇനി ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ബൈനാൻസ്, ബൈബിറ്റ്, അതുപോലെ തന്നെ ബിങ്, ബിറ്റ്ഗെറ്റ്, ഇതുപോലെ FIUവിൻ്റെ അണ്ടറിൽ വരുന്നതും വരാത്തതുമായ എക്സ്ചേഞ്ചുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിയമപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും TDS കട്ടാക്കിയിരിക്കണം. ഓക്കെ, ഏത് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, FIUവിൻ്റെ അണ്ടറിൽ ഉള്ളതായിക്കോട്ടെ, FIUവിൻ്റെ അണ്ടറിൽ ഇല്ലാത്തതായിക്കോട്ടെ, എവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഗവൺമെൻറ് അറിയുന്നില്ല എന്ന് ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഒന്നും അറിയില്ല എന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ KYC ചെയ്തിട്ടുള്ള നിങ്ങളുടെ ID കാർഡ്, ആധാർ ആയിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, ഇതിലേതെങ്കിലും ID കാർഡ് വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്ത് അല്ലെങ്കിൽ KYC ചെയ്ത് എക്സ്ചേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അറിയാം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നോക്കുകയാണെങ്കിൽ, ട്രാക്ക് ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഡെക്സുകൾ യൂസ് ചെയ്യാം. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ, ഹൈപ്പർ ലിക്വിഡ് പോലുള്ള ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യാം. പക്ഷേ അവിടെ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ഉണ്ടാവും. നമുക്ക് വേണ്ട സമയത്ത് ചിലപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം, എല്ലാ കോയിൻസും അവൈലബിൾ ആവണമെന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാൽക്കുലേഷനും വളരെ ഡിഫിക്കൽട്ടാണ് ഡെക്സുകൾ യൂസ് ചെയ്യുമ്പോൾ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നീടുള്ള ഒരു സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KYC ഇല്ലാത്ത എക്സ്ചേഞ്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ആ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയില്ല. നമ്മൾ ID കാർഡോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ടാക്സ് പേ ചെയ്യണമെന്നാണ് നിയമപ്രകാരം. പക്ഷേ ഗവൺമെൻറ് ട്രാക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഒരു ക്രിപ്റ്റോ കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് വെളിപ്പെടുത്താത്ത ഇൻകമായിട്ട് കണക്കാക്കുകയും 50% തൊട്ട് 200% വരെ അവിടെ ഫൈൻ വരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൻ്റെ വാലറ്റ് എന്തെങ്കിലും റെയ്ഡിൽ നിന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്രിപ്റ്റോ ഹോൾഡിംഗ് ഉണ്ട്, അത് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വലിയ ഫൈനൽ വരും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ അനാലിസിസ് ടൂളും കാര്യങ്ങളൊക്കെ കേരള പോലീസ് പോലും 2 മാസങ്ങൾക്ക് മുൻപ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോ വാലറ്റുകളും എത്ര ട്രാൻസാക്ഷൻ ചെയ്യുന്നു എന്ന് പോലും ട്രാക്ക് ചെയ്യാൻ എന്ത് പറ്റും, ഗവൺമെൻറ്റിന് പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടെലഗ്രാം, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എല്ലാം. നിങ്ങളിതുപോലെ USDT, ബിറ്റ്കോയിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആ ചാറ്റ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ട്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ PTP ചെയ്യുന്നവർക്കും പിടി വീഴും എന്ന കാര്യം മനസ്സിലാക്കുക. ഇതെല്ലാം വലിയ ഫൈനിലേക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ ടാക്സിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നോൺ KYC'ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നോൺ KYC എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലോഫിൻ ആണ്. ഓക്കെ, അതന്നെ ആരും യൂസ് ചെയ്യണമെന്നോ നിങ്ങൾ ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാനതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നോൺ KYC എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, KYC എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, എത്ര വലിയ എക്സ്ചേഞ്ച് ആണ്, എത്ര സേഫസ്റ്റ് എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞാലും ഒരിക്കലും മുഴുവൻ ഫണ്ടും എക്സ്ചേഞ്ചിൽ വെക്കാതിരിക്കുക. ഒരു കോയിൻ നിങ്ങൾ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കൊക്കെ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ബിറ്റ്കോയിനൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ എക്സ്ചേഞ്ചിൽ ഒരിക്കലും വെക്കാതിരിക്കുക. ആ എക്സ്ചേഞ്ച് ഹാക്കായി കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ ഫണ്ട് മുഴുവൻ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെറ്റാമാസ്ക് പോലെയോ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള വാലറ്റുകളിലേക്ക് നിങ്ങൾ കോയിൻ വാങ്ങിയതിന് ശേഷം എക്സ്ചേഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും സേഫ്. കാരണം എക്സ്ചേഞ്ച് ഏതായിക്കോട്ടെ, ഇൻക്ലൂഡ് ബിനാൻസോ എത്ര വലിയ എക്സ്ചേഞ്ച് ആയാലും സേഫ് അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എത്ര ചെറിയ ഫണ്ടാണെങ്കിലും 1000 രൂപയാണെങ്കിലും ആ 1000 രൂപ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വലിയ ഫണ്ടായേക്കാം നിങ്ങൾ ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഒരിക്കലും അത് ഹാക്കർ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വാലറ്റിൽ സേഫായിട്ട് സൂക്ഷിക്കുക. ടാക്സ് പേ ചെയ്യേണ്ടാത്ത വേറൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ, ഫാമിലിയിലുള്ള, അതായത് ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും നമുക്ക് 50,000 രൂപയ്ക്ക് താഴെയുള്ള ക്രിപ്റ്റോ അയച്ചു തരികയാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായേക്കാം, ഞാനിത് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്താലല്ലേ ടാക്സ് വരും എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ബിറ്റ്കോയിൻ വാങ്ങി ഒരു ദിവസം ഹോൾഡ് ചെയ്തു, പിറ്റേ ദിവസം സെല്ല് ചെയ്തോ, ആ സെല്ല് ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടി അതിന് നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ. ആ കിട്ടിയ USDT നിങ്ങൾ വിഡ്രോ ചെയ്തില്ല അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് INR ആക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സെല്ല് ചെയ്തോ, അപ്പോൾ നിങ്ങൾ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എന്തിനാണ്, ഒരാളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. 30% ടാക്സ് ഉണ്ട്, അതിന് പുറമെ 4% സെസ് വരും, അതിന് പുറമെ 1% TDS ഓട്ടോമാറ്റിക്കലി പിടിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നത് എന്തിനാണ്, ക്രിപ്റ്റോ ഇൻവെസ്റ്റിങ്ങിൽ നിന്നും ആൾക്കാരെ പിന്തിരിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കുക. ചൈന അമേരിക്കയുമായിട്ട് മത്സരിക്കുമ്പോൾ നമ്മൾ മത്സരിക്കുന്ന ആരുമായിട്ടാണ്, പാകിസ്ഥാനുമായിട്ടാണ്. പാകിസ്ഥാൻ പോലും CC, അതായത് ബിനാൻസിൻ്റെ CEO-നെ ഇപ്പോൾ ക്രിപ്റ്റോ കൗൺസിലിൻ്റെ അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പാകിസ്ഥാൻ പോലും നമ്മളുടെ മുന്നിലാണ് ക്രിപ്റ്റോയിലെന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ ഗവൺമെൻറ് നോക്കുന്ന ഒരേ ഒരു കാര്യം മാക്സിമം ടാക്സ് എങ്ങനെങ്കിലും പിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്.
ഓക്കെ, ഞാനിവിടെ പറയുന്ന പൊളിറ്റിക്സോ കാര്യങ്ങളോ ഒന്നുമല്ല, ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഈവൻ പാകിസ്ഥാനുമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം കമ്പയർ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവിടെയും നമ്മൾ പാകിസ്ഥാനെക്കാട്ടും പുറകിലാണെന്ന് മനസ്സിലാക്കുക. ക്രിപ്റ്റോൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ നമ്മളെക്കാട്ടും ഒരു 10 അടി മുൻപിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ചൈനേനെയും അമേരിക്കനെയും നമുക്ക് തൊടാൻ പോലും കിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എല്ലാം എന്ത് ചെയ്യുക, ലീഗലൈസ് ചെയ്യപ്പെടുക. ക്രിപ്റ്റോ നല്ലതാണ്, ഇനി ക്രിപ്റ്റോ ആക്കിക്കോ, ക്രിപ്റ്റോ നമുക്ക് ഗവൺമെൻറ് ക്രിപ്റ്റോ ഇറക്കാൻ പോവുകയാണെന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഏറ്റവും പുറകിൽ ഏറ്റവും അടിത്തട്ടിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന കാര്യം ക്രിപ്റ്റോയിലില്ല. ട്രേഡിങ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി, അതേ വർഷം തന്നെ 1 ലക്ഷം ലോസും ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിന് മുകളിൽ ഗെയിൻ വന്നിട്ടില്ല, പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലല്ലോ. 1 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി 200 ട്രേഡിൽ, പിറ്റത്തെ ട്രേഡിൽ എന്തായി 1 ലക്ഷം പോവുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യില്ല, അവിടെ ടാക്സ് ഉണ്ടാവില്ല. ക്രിപ്റ്റോയിൽ അങ്ങനെയല്ല. 1 ലക്ഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കോയിന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് പേ ചെയ്തേ പറ്റൂ. ഇനി നിങ്ങൾ വേറെ കോയിനിൽ ലോസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവണമെന്നേ ഇല്ല. നിങ്ങൾ ഒരു ട്രാൻസാക്ഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ ആ ട്രാൻസാക്ഷൻ്റെ മുകളിൽ ടാക്സ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ മൈനിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, കറണ്ട് ബില്ലുണ്ട്, സിസ്റ്റം റൺ ചെയ്യാനുള്ള മെയിൻ്റനൻസ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ടോ അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കുക. പ്രോഫിറ്റ് കിട്ടിയോ അതിൻ്റെ 30% നിർബന്ധമായിട്ടും പേയബിൾ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ഡ്രോപ്പ്, മൈനിങ്, സ്റ്റേക്കിങ്, ഗിഫ്റ്റ് ഇതിനെല്ലാം 30% തന്നെയാണ് ടാക്സ്. ഒരു രീതിയിലുള്ള എക്സെപ്ഷനും അതിലില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും TDS നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്യപ്പെടും. ഇല്ല, നിങ്ങൾ ഡെക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാനുവലി ഡിഡക്ട് ചെയ്ത് ഫയൽ ചെയ്യണം TDS. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹോൾഡിംഗ് പീരീഡിന് ഒരു വ്യത്യാസവും. ഒരു ദിവസം ആയിക്കോട്ടെ വർഷങ്ങളായിക്കോട്ടെ എല്ലാത്തിനും 30% തന്നെയാണ് ടാക്സ്. ലോങ് ടേം, ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് റേറ്റോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാത്തിനും 30% തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺഡിക്ലെയർഡ് ഇൻകം അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% മുതൽ 200% വരെ പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട്. പ്ലസ് അതിന് പുറമെ എത്ര കാലമാണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യാതിരുന്നത് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നതാണ്. ഓക്കെ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ സ്പോട്ട് ട്രേഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ട്രേഡിംഗ് ആണല്ലോ ഉള്ളത്, സ്പോട്ട് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്പോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കോയിൻ വാങ്ങുന്നു, വാങ്ങിയതിന് ശേഷം കുറച്ച് കാലം ഹോൾഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ആ കിട്ടിയ പ്രോഫിറ്റിൻ്റെ മുകളിൽ 30% ടാക്സ്. സിമ്പിളായുള്ള കാര്യം മാത്രമാണ്. നമുക്കൊരു കേസ് സ്റ്റഡി വേണമെങ്കിൽ നോക്കാം. ഒരു എക്സാമ്പിളിന് ഞാനിപ്പോൾ ബിറ്റ് കോയിൻ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയാണ് ഇന്ന്. ഓക്കെ, കുറച്ച് കാലം ഞാൻ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്തു. അപ്പോൾ എന്തായി, ആ ബിറ്റ് കോയിൻ്റെ ഞാൻ വാങ്ങിയ ബിറ്റ് കോയിൻ്റെ വാല്യൂ 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം. അപ്പോൾ എനിക്ക് 1 ലക്ഷം അവിടെ പ്രോഫിറ്റ് കിട്ടുകയാണ്. ഞാൻ ബിറ്റ് കോയിൻ വാങ്ങി 1 ലക്ഷത്തിന് കുറച്ച് കാലം ഹോൾഡ് ചെയ്തപ്പോഴത്തേക്കും ആ ഞാൻ വാങ്ങിയ ബിറ്റ് കോയിൻ്റെ വാല്യൂ 2 ലക്ഷമായിട്ട് മാറി, ഇരട്ടിയായി. ഓക്കെ, അപ്പോൾ എനിക്ക് 1 ലക്ഷം അവിടെ എൻ്റെ ക്യാപിറ്റലിന് മുകളിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ആയിരുന്നു. അതിന് മുകളിൽ ഞാൻ എന്ത് ചെയ്തു, 1 ലക്ഷം പ്രോഫിറ്റും കൂടെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിന്. ഇതിന് മുകളിലാണ് ഞാൻ ടാക്സ് പേയബിൾ ആയിട്ടുള്ളത്. ഓക്കെ, 1 ലക്ഷത്തിൻ്റെ 30% ടാക്സ്, അതുപോലെ തന്നെ പ്ലസ് 4% സെസ്, അതിന് മുകളിൽ 1% TDS ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പേ ചെയ്യേണ്ട, ഇല്ല എന്നുണ്ടെങ്കിൽ മാനുവലി അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി ഈ കിട്ടിയ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. ഫൈനൽ സെയിൽ പ്രൈസ് ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് 2 ലക്ഷമാണ് ആ ബിറ്റ് കോയിൻ്റെ പ്രൈസ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ ലാഭം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇനി ഇതിൽ ടാക്സ് നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിൻ്റെ 30%, അതായത് 30,000 രൂപ, പിന്നീട് 4% സെസ്. ഉണ്ടാക്കിയ പ്രോഫിറ്റ് 1 ലക്ഷമാണ്. അതിന് മുകളിൽ വന്ന ടാക്സ് ആയ 30%-ന് മുകളിലാണ് 4% സെസ് വരിക. അപ്പോൾ 30%-ന് 4% ആയിട്ടുള്ള 1200. പിന്നെ നമുക്ക് ടോട്ടലി അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 31,200 ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, 1% TDS പിടിച്ച വാല്യൂ തിരിച്ചു കിട്ടും. ഓക്കെ, 1% TDS എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഴുവൻ ഫൈനൽ സെയിൽ വാല്യൂവിലാണ്. 2 ലക്ഷത്തിനാണ് ഞാൻ ബിറ്റ് കോയിൻ വെക്കുന്നത്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 1% TDS ആണ് ഓട്ടോമാറ്റിക്കലി കട്ടാവുക. മാനുവലി നിങ്ങൾ ഡെക്സോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാനുവലി കട്ട് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 1% എന്ന് പറയുമ്പോൾ 2000 രൂപ. ഈ 2000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി കട്ടാവും. മാനുവലി കട്ടായാലും നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇയർ എൻഡിൽ റീഫണ്ട് കിട്ടും. ഓക്കെ, കുറച്ച് സമയം കഴിയും കിട്ടാൻ, 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ റീഫണ്ട് കിട്ടും. അപ്പോൾ ഈ 2000 രൂപ കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി പേ ചെയ്യേണ്ടി വരുന്നത് 29,200 രൂപയാണ് നമ്മൾ 1 ലക്ഷം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്പോട്ടിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒറ്റ ക്ലിക്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പണി വിടും. ഓക്കെ, കുറച്ച് പണിയെടുക്കാനുണ്ട് അവിടെ. അതും ഞാൻ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആവുമെന്ന് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും കാണിക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആണ്. ഓക്കെ,
ഇവിടെയും ഫിക്സഡ് ആയിട്ടുള്ള ടാക്സ് തന്നെയാണ്. 30% ആണ് നമ്മൾ ഡെറിവേറ്റീവിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനും ടാക്സ് വരുന്നത്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്രിപ്റ്റോ വാങ്ങുന്നു, ഫ്യൂച്ചറിൽ വിൽക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഡെറിവേറ്റീവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. നമ്മൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനോട് വിൽക്കാനും വാങ്ങാനും പറയുകയാണ്. ഇവിടെ ലെവറേജ് എന്ന് പറയുന്ന സംഭവമേ കൊണ്ടുവരണ്ട. ലെവറേജ് നമുക്ക് ടാക്സിൽ വരുന്നേ ഇല്ല. അത് എക്സ്ചേഞ്ച് തരുന്ന ഒരു ഫീച്ചർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലെവറേജ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയും വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ ഫണ്ട് എത്രയാണോ അതിൽ നിന്ന് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ 30% ഫിക്സഡ് ആയിട്ട് ടാക്സ്ഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എക്സംഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓഫ് സെറ്റ് അവൈലബിൾ ആണ്. എന്താണ് ഓഫ് സെറ്റ്? ഓഫ് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയെങ്കിലും നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം വന്നത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്നെല്ലാം 30% കൊടുക്കണ്ട. നമ്മുടെ പ്രോഫിറ്റും ലോസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂട്ടിയൊക്കെ കിട്ടുന്ന അവസാനം നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ കൂടിയിട്ടുള്ളത് അതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. ക്യാപിറ്റൽ കൂടിയിട്ടേ ഇല്ല. ഞാൻ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. അടുത്ത ഫിനാൻഷ്യൽ ഇയർ എത്തി, ടാക്സ് പേ ചെയ്യാൻ സമയമാകുമ്പോഴും എൻ്റെ കയ്യിൽ 1 ലക്ഷം തന്നെ ഉള്ളൂ. കാരണം എന്താ? ഞാൻ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ എമൗണ്ട് എല്ലാം ലോസും ആയി പോയിട്ടുണ്ട് വേറെ ട്രേഡിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു സംഭവം ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. സ്പോട്ടിൽ ആ ഓഫ് സെറ്റിംഗ് ഇല്ല, ഫ്യൂച്ചേഴ്സിൽ ഓഫ് സെറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്, അത് അവസാനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കേസ് സ്റ്റഡി ഇവിടെ നോക്കുകയാണെങ്കിൽ, ഞാൻ ബിറ്റ് കോയിനിൽ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപയ്ക്ക് ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്തു. ഡെറിവേറ്റീവ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിൽ ഞാൻ ലോങ് ഓപ്പൺ ചെയ്തു. 1 ലക്ഷം രൂപയാണ് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 ലക്ഷം രൂപ യൂസ് ചെയ്തുകൊണ്ട് ബിറ്റ് കോയിൻ ലോങ് ഇട്ടു. അതുകൊണ്ട് ഞാൻ 1 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പം എൻ്റെ ക്യാപിറ്റൽ എത്രയായി? 2 ലക്ഷം രൂപയായിട്ട് മാറി. അപ്പം എൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ഗെയിൻ എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. ഇനി അടുത്തൊരു ട്രേഡായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് തരത്തിൽ ലോങ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ആയിട്ടുണ്ട്. 2 ലക്ഷം വെച്ചാണ് ഞാനിപ്പോൾ ലോങ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ആ ലോങ്ങിൽ എനിക്ക് എന്ത് ചെയ്തു? ലോസ് വന്നു. 1 ലക്ഷം രൂപ ലോസും ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും എൻ്റെ ക്യാപിറ്റൽ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത 1 ലക്ഷം രൂപയിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഇവിടെ ഗെയിൻ ഉണ്ടോ? ഇല്ല. ഓവറോൾ റിസൾട്ട് എന്താണ്? 0 ആണ്. കാരണം എന്താ? 1 ലക്ഷം ഞാൻ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി, 1 ലക്ഷം ഞാൻ ഈ ഒരു ട്രേഡിൽ ലോസും ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ടോട്ടൽ ടാക്സ് പേ ചെയ്യേണ്ടത് 0 ആണ്. കാരണം എന്താ? എൻ്റെ ക്യാപിറ്റൽ കൂടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ട്രേഡുകൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10, 1000, 10,000 ട്രേഡുകൾ ഒരാൾ ചെയ്യും. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തോ അതിന് മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഈ സ്റ്റാർട്ട് ചെയ്ത് 1 ലക്ഷം രൂപ കുറഞ്ഞതാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല, ലോസിന് ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ ഈ 1 ലക്ഷം രൂപയിൽ നിന്നും എത്ര ഞാൻ ഒരു വർഷം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ സ്പോട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 1 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ ഇത് 30% പേ ചെയ്തേ പറ്റൂ, അതിനൊരു കുറവുമില്ല. ഓക്കെ, വേറെ കോയിനിൽ ഞാനോട് 1 ലക്ഷം ലോസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓഫ് സെറ്റിലില്ല. എൻ്റെ ക്യാപിറ്റൽ സ്റ്റിൽ 1 ലക്ഷം തന്നെയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കി ഈ ഒരു 1 ലക്ഷം ഈ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയ 1 ലക്ഷത്തിന് ഞാൻ ടാക്സ് പേ ചെയ്തേ പറ്റൂ സ്പോട്ട് ട്രേഡിങ്ങിൽ. ഫ്യൂച്ചേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഓഫ് സെറ്റിൻ്റെ പരിപാടി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടില്ല. ക്യാപിറ്റൽ ഗ്രോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്പോട്ടിലാകുമ്പോൾ ക്യാപിറ്റൽ ഗ്രോ ആവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നമ്മൾ ഓരോ ട്രേഡിലും എത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ ടാക്സ് പേയബിൾ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് സ്പോട്ട് ട്രേഡിങ് ഡെറിവേറ്റീവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ടാക്സ് അസസ്മെൻറ്റ് INR ചെയ്യുകയാണെങ്കിൽ എത്രയാണെന്ന് നോക്കാം. ഈ INR ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ അല്ലാതെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ ഏതിൽ ചെയ്യുകയാണെങ്കിലും USDT അല്ലെങ്കിൽ USDC ഇതുപോലുള്ള സ്റ്റേബിൾ കോയിൻസ് വെച്ചിട്ടാണ് ചെയ്യുക. ഇൻക്ലൂഡിങ് CoinDCX പോലും നിങ്ങൾക്ക് USDT വെച്ചിട്ട് മാത്രമേ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ചെയ്യാൻ പറ്റൂ. അവിടെ INR ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഞാനിപ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഒരു എക്സാമ്പിളിന് 5 ലക്ഷം രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് വേണ്ടി ഇടുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, CoinDCX ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഇന്ത്യൻ എക്സ്ചേഞ്ച് ഞാൻ യൂസ് ചെയ്യുന്ന CoinDCX ആണ്. ഏറ്റവും സേഫസ്റ്റും CoinDCX തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് പറയുന്നത്. നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 ലക്ഷം രൂപ ഞാൻ CoinDCX എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? USDT ആക്കി മാറ്റണം. എങ്കിൽ മാത്രം എനിക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ പറ്റൂ. സ്റ്റേബിൾ കോയിൻ വേണം. INR വെച്ച് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? USDT പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, CoinDCX തന്നെ നമുക്ക് USDT പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വില അനുസരിച്ച് 86 രൂപയാണ് ഇന്നത്തെ USDT, ഒരു USDTൻ്റെ വില എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? 5814 USDT മേടിക്കുന്നു. 5 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു? 5814 USDT ആക്കി മാറ്റി. ഓക്കെ, അതവിടെ ഒരു പർച്ചേസ് ആയല്ലോ. പർച്ചേസിൽ നമുക്ക് ടാക്സോ TDSോ ഒന്നുമില്ല. സെല്ലിങ്ങിലാണ് ഈ TDSും ടാക്സൊക്കെ വരിക. ഓക്കെ, നമ്മൾ USDT പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ USDT നമ്മൾ ആക്കിയതോട് കൂടി ഇത് ഏത് സെക്ഷൻ അണ്ടറിലേക്ക് വന്നു? VDA, വെർച്വൽ ഡിജിറ്റൽ അസറ്റിൻ്റെ അണ്ടറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ ഏണിങ്സിനും 30% ടാക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ INR യൂസ് ചെയ്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇതുപോലെ ഇന്ത്യൻ റുപ്പി യൂസ് ചെയ്തുകൊണ്ട് ലോങ്ങും അതുപോലെ തന്നെ ഷോർട്ടും എല്ലാം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഫിറ്റിനും ഫ്ലാറ്റ് 30% ആണ് ടാക്സ്. പക്ഷേ
നമ്മൾ 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ 100 രൂപയ്ക്ക് 30% കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ലാബ് റേറ്റ്, അതായത് 4 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ഇത്ര, 5 ലക്ഷത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർക്ക് ഇത്ര ടാക്സ്, അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ഒരു ടാക്സ് സ്ലാബ് റേറ്റ് ഉണ്ട്. 12 ലക്ഷത്തിന് മുകളിലേക്ക് ഇൻകം ഉള്ളവർക്ക് ഇത്ര പെർസെൻറ്റേജ് ടാക്സ്, അങ്ങനെ ഓരോ സ്ലാബിനും ഓരോ റേറ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ സ്ലാബിനകത്ത് 4 ലക്ഷത്തിന് അണ്ടറിൽ വരുന്ന ഒരു പ്രോഫിറ്റിനും ടാക്സ് ഇല്ല, 0 ടാക്സ് ആണ് 4 ലക്ഷം രൂപ വരെ പ്രോഫിറ്റിന്. ഓക്കെ, അപ്പം നിങ്ങൾ 4 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഒരു വർഷം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ 0 ടാക്സ് ആണ്. കാരണം എന്താ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത് ഈ ഒരു സ്ലാബ് റേറ്റിനകത്താണ്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ട്രേഡിങ്ങിലുള്ള പോലെ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും 100 രൂപ ആയിക്കോട്ടെ 200 രൂപ ആയിക്കോട്ടെ അതിന് 30% കൊടുക്കേണ്ട ആവശ്യം ഫ്യൂച്ചേഴ്സിലില്ല INR വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. കാരണം എന്താ, FNO എന്ന് പറയുന്നത് സ്ലാബ് റേറ്റിന് അണ്ടറിലാണ് വരിക. സ്ലാബ് റേറ്റിന് അനുസരിച്ചുള്ള, നിങ്ങളിപ്പോൾ 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ 10 ലക്ഷത്തിൽ എത്രയാണോ ടാക്സ് റേറ്റ് വരുന്നത് ആ പെർസെൻറ്റേജ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേ ചെയ്താൽ മതി. 5%, 10% ഒക്കെയാണ് ഓരോ സ്ലാബിനും. അപ്പോൾ ആ സ്ലാബ് നിങ്ങൾ ഏത് സ്ലാബിലാണോ നിങ്ങൾ വരുന്നത് അതിലാണെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മതി. 5%, 10%, 12% ഒക്കെയാണ് റേറ്റ്സ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്ലാബിനനുസരിച്ചുള്ള പ്രോഫിറ്റ്, ആ സ്ലാബിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മതി. ഫ്ലാറ്റ് 30% അല്ല. ഓക്കെ, അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ, ഫ്യൂച്ചേഴ്സിൽ. ഓക്കെ, അപ്പോൾ 30% ടാക്സും ഇല്ല. നിങ്ങൾ സ്ലാബിന് ഈ ഒരു 4 ലക്ഷത്തിനും അടിയിലാണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ടാക്സേ പേ ചെയ്യേണ്ട, 0 ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. INR വെച്ച് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ലോങ്ങും ഷോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പക്ഷേ നിലവിൽ ഇന്ത്യയിൽ INR വെച്ചുകൊണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 5 ലക്ഷം രൂപ USDT ആക്കി മാറ്റി. ഓക്കെ, USDT ബൈ ചെയ്തിട്ട് വേണം ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാൻ. ഈ USDT ആക്കി മാറ്റിയ സമയത്ത് തന്നെ VDN അണ്ടറിലേക്ക് പോയി. കാരണം എന്താ, 5 ലക്ഷം രൂപ കൊണ്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, 5814 USDT കൊണ്ടാണ്. അപ്പോൾ ഇതൊരു ക്രിപ്റ്റോ ആയി മാറി. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് 30% ടാക്സ് ആയിട്ട് മാറി. സ്ലാബ് റേറ്റും ഇല്ല. ഈ ഒരു 5814 USDT കൊണ്ട് നിങ്ങൾ എത്ര രൂപ ആയിക്കോട്ടെ, 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും അതിന് നിങ്ങൾ 30% ടാക്സ് അപ്പോൾ പേയബിൾ ആയി കഴിഞ്ഞു. ഈ ഒരു സ്ലാബ് റേറ്റ് ഇവിടെയും ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണ്, നമുക്ക് INR വെച്ചുകൊണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല നിലവിൽ. ഓക്കെ, ഇനി വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ INR ഓപ്ഷൻ വരികയാണെങ്കിൽ വളരെ നല്ല കാര്യം നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലാബിൻ്റെ ആനുകൂല്യം കിട്ടും. 4 ലക്ഷം വരെയുള്ള പ്രോഫിറ്റിന് നിങ്ങൾ 0 ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഫ്യൂച്ചേഴ്സും സ്പോട്ടും സെയിം തന്നെയാണ്. കാരണം എന്താ, നമ്മളിപ്പോൾ USDT ആക്കി മാറ്റിയതോടുകൂടി വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ 30% ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5814 കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഫിറ്റിനും 30% ടാക്സ് കൂടെ പേ ചെയ്യണം. അഡീഷണൽ 4% സെസ് പേ ചെയ്യണം. നിങ്ങൾ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1% മാനുവലി നിങ്ങൾ കട്ട് ചെയ്തിരിക്കണം, എന്നിട്ട് ഫയൽ ചെയ്യണം. CoinDCX പോലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 1% കട്ട് ആവുകയും നിങ്ങൾ അതിൻ്റെ തലവേദന അറിയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഒരു കട്ട് ചെയ്ത് ഫയൽ ചെയ്തോളും. നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഒരു ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 1% പിടിച്ചത്, ആ ഒരു വർഷം മുഴുവൻ പിടിച്ച 1% നമുക്ക് തിരിച്ചും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിലും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പോട്ടിലായിക്കോട്ടെ ഫ്യൂച്ചേഴ്സിലായിക്കോട്ടെ നിങ്ങൾ എത്ര രൂപ, 100 രൂപ ആയിക്കോട്ടെ, 500 രൂപ ആയിക്കോട്ടെ, 1 ലക്ഷം രൂപ ആയിക്കോട്ടെ, എത്രയാണോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതിന് 30% പ്ലസ് ആ വരുന്ന 30%ൻ്റെ 4% സെസ്, ഇനി 1% TDS ഓൾറെഡി കട്ടായിട്ടും ഉണ്ടാവും. ഇത്രയും ടാക്സ് ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ സ്പോട്ട് ആയിക്കോട്ടെ നിങ്ങൾ പേ ചെയ്തേ പറ്റൂ. അപ്പോൾ സ്ലാബ് റേറ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എന്തില്ല, ഫ്യൂച്ചേഴ്സിലും ഇല്ല സ്പോട്ടിലും ഇല്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. INR വെച്ചുകൊണ്ട് ലോങ്ങും ഷോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്, ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലാബ് റേറ്റിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. പക്ഷേ നിലവിൽ ആ ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് INR പേയേഴ്സ് ട്രേഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ USDT ആക്കി മാറ്റണം. ആ മാറ്റിയതോടുകൂടി ഇത് VDI എന്ന് പറയുന്ന വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ സ്പോട്ട് ട്രേഡിങ്ങിൽ വരുന്ന സെയിം റൂൾസ് തന്നെയാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനും വരുന്നത്. ഓക്കെ, എത്ര രൂപ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും 100 രൂപയോ 500 രൂപയോ എത്ര രൂപ ഉണ്ടാക്കിയാലും അതിൻ്റെ 30% ടാക്സ്, ആ വന്ന ടാക്സിൻ്റെ 4% സെസ്, 1% TDS. സ്പോട്ടിനും ഫ്യൂച്ചേഴ്സിനും അപ്പോൾ സെയിം റൂൾസ് ആണെന്ന കാര്യം ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രേഡിംഗ് ചെയ്തുകൊണ്ട് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 5 ലക്ഷം രൂപയുടെ 30% ആയിട്ടുള്ള 1,50,000 നമുക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. 1,50,000ൻ്റെ 4% ആയിട്ടുള്ള 6,000 രൂപ സെസ് പേ ചെയ്യണം. 1,56,000 രൂപയായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ TDS പിടിച്ച്, അതായത് ഈ 5 ലക്ഷത്തിൻ്റെ 1% ആയിട്ടുള്ള 5,000 രൂപ നമുക്ക് റിക്കവറബിൾ ആണ്. നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്യൂച്ചേഴ്സിലും സ്പോട്ടിലും പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റിൽ അറിയിക്കുക. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും കൂടി ഒരു കാര്യം അറിയിക്കുക.
ഒരിക്കലും ടാക്സ് അടയ്ക്കാതിരിക്കരുത്. കാരണം അത് ഫ്യൂച്ചറിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് ഫൈൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് മാറണം, നിങ്ങൾക്ക് ഇത് പേ ചെയ്യാനേ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നോൺ KYC'യുടെ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുക, ബ്ലോഫിൻ പോലുള്ള എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അവിടുന്ന് വാങ്ങിയ കോയിൻസ് നിങ്ങളുടെ വാലറ്റിലേക്ക് മാറ്റി വെക്കുക. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ വിത്ത്ഹോൾഡ് ചെയ്യാത്ത ആ ഒരു ക്രിപ്റ്റോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങളതിന് ടാക്സ് അടച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിൽ 50 മുതൽ 200% വരെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ടാക്സ് വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും നയിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് തന്നെ പേ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുക. എത്ര പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, വരുന്ന ടാക്സ് പേ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CoinDCX പോലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യാം. CoinDCXൽ അക്കൗണ്ട് എടുക്കാത്തവരാണെങ്കിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. ആ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്, ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ നിങ്ങൾ TDS എല്ലാം മാനുവലി ഡിഡക്ട് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നോൺ KYC വേണമെങ്കിൽ ബ്ലോഫിൻ യൂസ് ചെയ്യാം, KYC വേണമെങ്കിൽ ബിങ്ങെക്സോ ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിലെല്ലാം നിങ്ങൾ TDS ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവുന്നില്ലെങ്കിൽ മാനുവലി ഡിഡക്റ്റ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. അല്ലാതെ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇൻകം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വലിയ ഫൈൻ ഫ്യൂച്ചറിൽ വരുമെന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ ഉള്ളൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം വിട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറൊരു കൺട്രിയിൽ ID കാർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സും അവിടുത്തെ ID കാർഡും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ UAE അതുപോലുള്ള ടാക്സ് ഇല്ലാത്ത, ക്രിപ്റ്റോ ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളുടെ ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ആ ഒരു ID കാർഡ് വെച്ചുകൊണ്ട് അക്കൗണ്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് ടാക്സ് ഇവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഇന്ത്യൻ അക്കൗണ്ട് അല്ല, വേറെ രാജ്യത്തിൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ലിവിങ് കോസ്റ്റ്, നിങ്ങളിപ്പോൾ UAEയിലൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കാനുള്ള ക്യാഷ് നമുക്കിപ്പോൾ ഓരോ ദിവസം വരുന്ന ചിലവ് തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത്രയും ഒരു ജനറേഷണൽ വെൽത്തൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യൽ നടക്കൂ. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നോൺ KYC എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ടെലഗ്രാം ചാനൽ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ ടാക്സിൽ വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഫയൽ ചെയ്യാം, എങ്ങനെ ടാക്സ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഒറ്റൊരു ക്ലിക്കിൽ എങ്ങനെ ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം, അതെങ്ങനെ പേ ചെയ്യാം, എത്ര TDS പിടിച്ചു എന്നങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് ഈ ടാക്സ് പേ ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്പുകളാണ് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇട്ട് ഒരു 5-6 മണിക്കൂറിനകത്ത് തന്നെ ആ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിനിടയിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും എനിക്കത് അറിയാൻ പറ്റുകയും ഞാൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുകയും ചെയ്യുക. ഇനി ഒരു ടാക്സ് റെജീമിൽ എന്തെങ്കിലും ചേഞ്ച് വരാതെ നമ്മൾ ടാക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി മാത്രം പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വളരെ ലെങ്ത് കൂടിപ്പോയെന്നറിയാം, പക്ഷേ വേറെ വഴിയില്ല. കഴിഞ്ഞ വീഡിയോ 2 മണിക്കൂർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ 2 പാർട്ടാക്കിയിട്ട് വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നിർത്തുകയാണെങ്കിൽ ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്, ലൈക്ക്, ഷെയർ കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം അതാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.